ബലൂചിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും തീവ്രവാദ ഗ്രൂപ്പുകളെക്കുറിച്ച് അപകടകരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ രണ്ട് പ്രദേശങ്ങളിലും നിരവധി തീവ്രവാദ സംഘടനകൾ സജീവമായതിനാൽ ഇടയ്ക്കിടെ ആക്രമണങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ജാഫർ എക്സ്പ്രസിൽ സ്ഫോടനമുണ്ടായ ഒരു സംഭവമുണ്ടായി. ബലൂചിസ്ഥാനികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പാകിസ്ഥാൻ സൈന്യവും ISIയും തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ആയുധങ്ങൾ നൽകി രക്തരൂക്ഷിതമായ കളി കളിക്കുകയാണ്. ഇതെല്ലാം നടക്കുന്നതിനിടയിൽ ഞെട്ടിക്കുന്ന ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. ഇത് ബലൂചിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും പ്രതിസന്ധി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. റിപ്പോർട്ട് അനുസരിച്ച് തീവ്രവാദ സംഘടനകളായിട്ടുള്ള ലഷ്കർ ഇ ത്വയ്ബയും ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ പ്രവിശ്യയും കൈകോർത്തിരിക്കുന്നു. ഈ രണ്ട് സംഘടനകളും ബലൂച്ച് വിമതരെയും അഫ്ഗാൻ താലിബാന്റെ ചില സംഘടനകളെയും ഒരുമിച്ച് ISന്റെ സഹായത്തോടുകൂടി ആക്രമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. KSKയുടെ ബലൂചിസ്ഥാൻ കോർഡിനേറ്റർ മിർ ഷെരീഫ് മെങ്കലിനെ മുതിർന്ന സൈനിക കമാൻഡർ റാണ മുഹമ്മദ് അഷ്ഫാറിനൊപ്പം കണ്ടിട്ടുണ്ട്. ഇതുകൂടാതെ മെങ്കൽ അഷ്ഫാറിന് ഒരു പിസ്റ്റൾ സമ്മാനമായി നൽകുന്ന ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. ഈ ചിത്രം പാകിസ്ഥാന്റെ ഭീകരതയെ പിന്തുണയ്ക്കുന്ന പ്രവർത്തനങ്ങളെ തുറന്നു കാട്ടുന്നു. കൂടാതെ ISIയുടെ വ്യക്തമായ ഗൂഢാലോചനയും ഇതിൽ കാണാം. റാണ അഷ്റഫ് പാകിസ്ഥാനിലുടനീളം സൈന്യം വ്യാപിപ്പിക്കുകയും പുതിയ പരിശീലന കേന്ദ്രങ്ങൾ തുറക്കുകയും ചെയ്യുന്നു. ഇതിനു പുറമെ പുതിയ സംഘടനകളുമായി ബന്ധം വർദ്ധിപ്പിക്കാനും കൈകോർക്കാനും ഭീകരത കൂടുതൽ വ്യാപിപ്പിക്കാനും വലിയ ഗൂഢാലോചന നടക്കുന്നുവെന്നും അറിയാനായി സാധിക്കുന്നുണ്ട്. ഇവരുടെ ചിത്രങ്ങൾ, ഈ ഭീകരവാദികൾ, രണ്ട് തീവ്രവാദ ഗ്രൂപ്പിന്റെ തലവന്മാർ ചേർന്ന് നിന്ന് കൈകൊടുക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. മെങ്കൽ ISKക്ക് സുരക്ഷിതമായിട്ടുള്ള ഭവന പണ ആയുധം നൽകുന്നതിന് പേരുകേട്ട ഒരു സംഘടനയാണ്. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ അറിയപ്പെടുന്ന ഏജന്റാണ് മിർ ഷെരീഫ് മെങ്കൽ. കിഴക്കൻ ബലൂചിസ്ഥാനിലെ കാവൽ മുഖ്യമന്ത്രിയായിട്ടുള്ള നസീറിന്റെ മകനും കൂടെയാണ് ഈ മെങ്കൽ. 2010 മുതൽ ബലൂച്ച് ദേശീയവാദികളെ ലക്ഷ്യം വെച്ചുള്ള ഒരു സ്വകാര്യ കൊലയാളി സംഘത്തെ ഇയാൾ നയിച്ചു വരികയാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്. 2015 മുതൽ ഇയാൾ ISKക്ക് സുരക്ഷിതമായിട്ടുള്ള താവളവും പണവും ആയുധങ്ങളും നൽകി വരുന്നു. 2015 പാകിസ്ഥാന്റെ സംയുക്ത അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലും ഇത് പരാമർശിക്കുന്നു. ഇയാളുടെ രാഷ്ട്രീയ സ്വാധീനവും വളരെ ശക്തമാണ്. 2023 ഒരു ഫോട്ടോയിൽ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയോടൊപ്പം ഇയാളെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ രണ്ട് സംഘടനകളും കൂടെ കൈകോർത്ത് ഇപ്പോൾ ബലൂച്ച് മേഖലയിൽ മുന്നേറാൻ, അതായത് ഈ പാകിസ്ഥാൻ ചാര സംഘടനയ്ക്ക് വേണ്ടി ബലൂച്ച് മേഖലയിൽ വന്ന് ഈ ബലൂച്ച് ലിബറേഷൻ ആർമിയോട് പോരാടാൻ ഒരുങ്ങുകയാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.